ഉപനിഷത്തില് പ്രജാപതിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാവാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രജാപതി ആകാശത്തേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മേഘം കൂട്ടിയിടിച്ച് 3 ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ആൻസർ. ദ ദ ദ അതാണ് ആൻസർ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. ഇതിന്റെ ഉത്തരം ഇതാണ്. ദ ദ ദ എന്ന് പറഞ്ഞാൽ ദാനം, ദയ, ദമം. ഇതാണ് ഉത്തരം. ദാനം, ദയ, ദമം. ദാനം എന്ന് പറഞ്ഞാൽ ഖലീൽ ജിബ്രാന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: നീ കൊടുക്കുന്നതല്ല ദാനം, നിന്നെ തന്നെ സമർപ്പിക്കുന്നതാണല്ലോ ദാനം. ഇതിലപ്പുറം മനോഹരമായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും? നീ കൊടുക്കുന്നതല്ല ദാനം, നിന്നെ തന്നെ സമർപ്പിക്കുന്നതാണല്ലോ ദാനം എന്നാണ് ദാനത്തെ കുറിച്ച് പറയുന്നത്. ദയ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വീണ് കിടക്കുന്ന സമയത്ത് അത് താനാണെന്ന് സങ്കല്പിക്കുവാനുള്ള മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ദയ എന്ന് പറയുന്നത്. മറ്റൊരു മാതാവിന്റെയും പിതാവിന്റെയും മക്കൾക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ തന്റെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ദയ എന്ന് പറയുന്നത്. ദമം എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ കേൾക്കാത്ത വാക്കാണ്. ദമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളെ എഴുതി വെച്ചോണം. കുട്ടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ദുരാഗ്രഹങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും ഉണ്ടാവും. അതിനെ അടിച്ചമർത്തുവാൻ ഉള്ള നമ്മുടെ കഴിവിനെയാണ് ദമം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? വേണ്ട, അത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ്. ഓർത്തു വെക്കാനൊരു കഥ പറഞ്ഞുതരാം. ഒരച്ഛൻ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു മകനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ഒരു കന്യാസ്ത്രീ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ അച്ഛനും മകനും കൂടി അവിടെ ചെന്നു. മകൻ ഹൈപ്പർ ആക്റ്റീവാണ്. അവൻ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛന്റെ മുഖത്ത് 2 അടി കൊടുത്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അടങ്ങ് സത്യപാല. അവൻ അടങ്ങിയില്ല. അവൻ എന്ത് ചെയ്തു? ഈ ലെഫ്റ്റ് ചുമലിലൂടെ ചവിട്ടി കയറി റൈറ്റ് ചുമലിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. അപ്പോഴും പറഞ്ഞു, അടങ്ങ് സത്യപാല. അവൻ അടങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോ അവൻ അച്ഛന്റെ മുടി പിടിച്ച് ആഞ്ഞു വലിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, അടങ്ങ് സത്യപാല. അവൻ അടങ്ങിയില്ല. പിന്നെ അച്ഛന്റെ മുണ്ടഴിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. അപ്പൊ ഈ കന്യാസ്ത്രീ ചാടി എണീറ്റിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് 2 അടി കൊടുത്തുകൂടെ അവനെന്ന് ചോദിച്ചു. ഈ അച്ഛൻ പറഞ്ഞു, അവൻ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, ഞാൻ അവൻ അടിക്കാറില്ല, വഴക്ക് പറയാറില്ല, ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. കന്യാസ്ത്രീ പറഞ്ഞു, അതൊക്കെ വിട്, നിങ്ങളിപ്പോ അവനോട് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടല്ലോ, അടങ്ങ് സത്യപാല, അടങ്ങ് സത്യപാല എന്ന് പറഞ്ഞിട്ട്. ഈ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പറയുന്നത് എന്നോടാണ്, എന്റെ പേരാണ് സത്യപാലൻ, അവന്റെ പേര് ശിശുപാലനാണ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്ത വരുമ്പോ എത്ര പേർക്ക് നിങ്ങളോട് തന്നെ അടങ്ങ് സത്യപാല എന്ന് പറയാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുന്നോ അതിനെയാണ് ദമം എന്ന് പറയുന്നത്. ഐ ആം ക്ലിയർ ആണല്ലോ? അപ്പോ നല്ലൊരു മനുഷ്യനാവാൻ പ്രധാനമായിട്ടും നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് 3 ദായാണ്: ദാനം, ദയ, ദമം. ഓക്കെ, നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴാണ് മാറി മറിയുന്നത്? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ജീവിതം. ഇതുപോലെ തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നമ്മുടെ ജീവിതത്തിന് ഇല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന, കുണ്ടുകളും കുന്നുകളുമുള്ള, കയറ്റവും ഇറക്കവുമുള്ള, കല്ലുകളും മുള്ളുകളുമുള്ള ഒരു വല്ലാത്ത വഴിയാണ്. ആ വഴിയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ജീവിതത്തിൽ നടക്കുക, അല്ലേ? ഒരു നിമിഷം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തളർന്നു വീണാൽ തീർന്നു. എത്രയോ ദൃശ്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള അവസരങ്ങളിൽ അവിടെ തളർന്നു വീഴുകയാണ്. എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതേപോലെയാണ് ഒരു കുടുംബത്തിന് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാരൻസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനോവേദന എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. നമ്മൾ സാധാരണ അച്ഛൻ പറഞ്ഞപ്പോഴും തിരുമേനി പറഞ്ഞപ്പോഴും പറഞ്ഞു, ദൈവതുല്യരായിട്ടുള്ള മാതാപിതാക്കൾക്കാണ് ഇത്തരം കുട്ടികളെ ഏൽപ്പിക്കാന്ന്. ഇതൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വാക്ക് മാത്രമാണ്. ഒരു ദൈവതുല്യരുമല്ല. അവരനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു വല്ലാത്ത വേദനയാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ ജീവിതം മാറി മറിയുന്ന എവിടെ നിന്നാണ്? കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിത മേഖലയിലുള്ള കുട്ടികൾക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു പരിപാടി നടത്താൻ വേണ്ടി പോയതാണ്. ആ പ്രോഗ്രാമിന് വേണ്ടി ചെന്നു. സാധാരണ രീതിയിൽ ഞാൻ പണ്ട് പ്രൊഫഷണൽ ഷോ നടത്തിയിരുന്ന അതേ രീതിയിൽ
മേക്കപ്പ് ചെയ്ത് പട്ടുകുപ്പായമിട്ട് കിന്നരി തലപ്പാവ് വെച്ച് സ്റ്റേജിൽ ഞാൻ ഒറ്റ പ്രത്യക്ഷപ്പെടലാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ആ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വലിയ തലയുള്ള, വർത്തമാനം പറയാൻ പറ്റാത്ത, അടിക്കുകയും കടിക്കുകയും ചെയ്യുന്ന, കണ്ണില്ലാത്ത, കാതില്ലാത്ത, കൈയില്ലാത്ത കുട്ടികളുടെ ഒരു ലോകമാണ് ഞാൻ കാണുന്നത്. അന്ന് ഞാൻ ചിന്തിച്ച, ആരുടെ മുമ്പിലാണ് ഞാൻ ഈ കിന്നരി തലപ്പാവും കുപ്പായും ഇട്ട് മേക്കപ്പും ചെയ്ത് പാത്രാസ് കാണിക്കുന്നത് എന്ന് ആദ്യമായിട്ട് ചിന്തിച്ചു. പരിപാടി എങ്ങനെയോ ഞാൻ തീർത്തു. പരിപാടി കഴിഞ്ഞ് ഭക്ഷണം തന്നു. ഭക്ഷണ പാത്രത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പിന്നിൽ ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരു തടിയുള്ള മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു അമ്മ. അവൻ വിശന്ന് കരയുന്നു, വിശക്കുന്നു വിശക്കുന്നു എന്ന് കരയുന്നു. ഈ അമ്മ ഭക്ഷണം കൊടുക്കാതെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നു. സ്വാഭാവികമായി നമുക്ക് ദേഷ്യം വരും. ഞാൻ ആ അമ്മയോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്താ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഈ അമ്മ ലോകം മുഴുവൻ തരിക്കുന്ന രീതിയിൽ, കിടുങ്ങുന്ന രീതിയിൽ ഒരൊറ്റ കരച്ചിലാണ്. പിന്നെ അമ്മ പറഞ്ഞു, സാറിനറിയോ, ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തുകൊണ്ട് വായിൽ വെച്ചാലും കഴിക്കുള്ളൂ സാറേ, ഒന്ന് ചവയ്ക്കാൻ അറിഞ്ഞൂടാ സാറേ, ഈ ആൾക്കൂട്ടൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു ഇടിത്തി വീണതുപോലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത്. ഞാൻ ആ അമ്മയെ മാറ്റി നിർത്തി അവർ പറയുന്ന സമയത്ത് കേട്ട ഒരുപാട് കാര്യങ്ങൾ. അത്തരം പ്രായമുള്ള ഒരു മകനും ഒരു അമ്മയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ആ അമ്മ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞത് അവിടെയാണ്. യഹൂദി മനിഹൻ പറഞ്ഞതുപോലെ, ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ എൻ്റെ ചിന്തകൾ മുഴുവൻ മാറ്റിമറിച്ചത് അവിടെയാണ്. ഒരു കാലത്ത് മാജിക് കാണിച്ച് ധാരാളം സമ്പാദിച്ച് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത്, വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര ചെയ്ത് 10-40 പേരുള്ളൊരു സംഘവുമായി നടന്നൊരു കലാകാരനായിരുന്നു ഞാൻ. നിങ്ങൾക്കറിയോ, ആ ഒരു മേഖലയെ ഞാൻ ഇന്ന് 4 വർഷമായിട്ട് ഞാൻ പെർഫോം ചെയ്യാറില്ല. എൻ്റെ മാജിക്കിൻ്റെ ഉപകരണങ്ങളെല്ലാം അവിടെ ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കുമ്പോൾ ചില രാത്രികളിൽ സ്വപ്നം കണ്ട് ഞാൻ തന്നെ പൊട്ടിക്കരയും. അത്തരം അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത്. പക്ഷേ നമ്മൾ പറയില്ലേ, എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും, ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറയായിരുന്നു, കഴിഞ്ഞ വർഷം ഞാൻ കേട്ട സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക്. കാസർഗോഡ് ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് MK ലൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ തിരുവനന്തപുരത്ത് വന്ന് ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലെ കുട്ടികളെ കണ്ടതിന് ശേഷം എന്നെ പോലും കാണാൻ നിൽക്കാതെ തിരിച്ചു പോയിട്ട് എന്നോട് പറഞ്ഞു, സാറിന് കാസർഗോഡ് നല്ല മനംമാറ്റം വന്നത്, എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാം സാറേ എന്ന് പറഞ്ഞു. യു വോണ്ട് ബിലീവ്, ആ മനുഷ്യൻ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, അമേരിക്കയിൽ നിന്ന് റിട്ടയർഡ് ആയിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സിംഗിൾ മുറിക്കകത്ത് ഒരൊറ്റ കട്ടില് ഒരു ബാത്റൂം ഉള്ളൊരു ഇതിന് കുടിലിനകത്താണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹം 20 ഏക്കർ ലാൻഡാണ് ഞങ്ങൾക്ക് അതിന് വേണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് മേടിച്ചു തന്നത്, 20 ഏക്കേഴ്സ് ലാൻഡ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് അനൗൺസ് ചെയ്തതോട് കൂടിയിട്ട് ആ സംരംഭം അവിടെ വരരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിനെതിരെ ഇല്ലാത്തതെല്ലാം പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ വിത്ത് വിൽപ്പവർ മിണ്ടാതിരുന്നു. കാലം എല്ലാം തെളിയിക്കും എന്ന് തീരുമാനിച്ചു. ഒരു ഘട്ടത്തിൽ ഞാൻ പിൻവലിഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷേ യു വോണ്ട് ബിലീവ്, പിൻവലിക്കാൻ നമ്മൾ പറ്റൂല. കാരണം നിമിത്തങ്ങൾ നമ്മളെ പിടിവിലിച്ചു കൊടുക്കും. ഈ MK ലൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ കുറെ കന്നുകളൊക്കെ പോത്തുകളൊക്കെ മേടിച്ച് അദ്ദേഹം പറയുമായിരുന്നു, ഇതെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മുറി എനിക്ക് വേണം, ഞാൻ എവിടെ ഇരുന്നുകൊണ്ട് ഈ കുട്ടികളെയും കണ്ടിരിക്കാം. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ തലചുറ്റൽ വരുന്നു, ബ്രെയിൻ ട്യൂമർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു ഇന്ത്യ യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ മെമ്മറി ശരിക്ക് പോയിരുന്നു. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കൊതിച്ച ആഗ്രഹിച്ച സ്വപ്നം കണ്ടത് നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പൂർത്തിയാക്കും. ഞാൻ 2027 നവംബർ 20-ാം തീയതി പണി തുടങ്ങിയിട്ടുള്ളൂ. ഉദ്ഘാടന ദിവസം ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. 2027 നവംബർ 20-ാം തീയതി ആ സംരംഭം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ട് അവിടെ ഉയർന്നു വന്നിരിക്കും, ഉറപ്പാണ്. എന്ത് വില കൊടുക്കും. ഞാൻ പറയുന്നത് അതാണ്, നല്ല മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ വരുന്ന എവിടെ നിന്നറിയോ? വയനാട്ടിൽ നിന്നാണ്. ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഭിന്നശേഷിയുള്ളവർക്ക്, അതായത് സ്വന്തമായി ഭൂമിയില്ലാത്ത, സ്വന്തമായി വീടില്ലാത്ത, ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി. ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിന് വേണ്ടിയിട്ട് 1,40,00,000 രൂപ കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങൾ അവിടെ മാറ്റിവെച്ചു. പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ജിജി തോംസൺ ചെയർമാൻ ആയിട്ടുള്ളൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 1,40,00,000 രൂപ മാറ്റിവെച്ച് എല്ലാ ജില്ലയിലും ഓരോ വീട് കാസർഗോഡ് ഉണ്ടാക്കി. ഇത് സാധാരണ വീടല്ല, ആ ഭിന്നശേഷിക്കാർക്ക് അനുസൃതമായ രീതിയിൽ വീടുണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ്, ഇത് ഡിസബിലിറ്റി ഫ്രണ്ട്ലി അല്ല. വീൽ ചെയറിൽ ഒരു കുട്ടി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കുട്ടി അകത്തേക്ക് കയറും? പറ്റില്ല. നമ്മളപ്പോൾ 4-5 പേരെടുത്ത് ചുമന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം, അല്ലേ?
ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ആ കുട്ടി ഇത്രയും കാണികളുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുകയാണ്. അത് ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയ ഒരു റാമ്പ് ഇവിടുന്ന് അങ്ങോട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. നമ്മൾ ചെയ്യില്ല. നമ്മൾ നമ്മുടെ സൗകര്യമാണ് നോക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ പ്രശ്നം. കണ്ണ് കാണാത്തൊരു കുട്ടിക്ക് എത്ര സ്ഥലത്ത് ടാക്സൈൽ പതിച്ച് വൈറ്റ് കെയിൻ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കാനുള്ള സംവിധാനമുണ്ട്? ഇല്ല. ജപ്പാനിൽ പോയി നോക്ക്, മുഴുവൻ റോഡുകളും വൈറ്റ് കെയിൻ വെച്ച് സഞ്ചരിക്കാനുള്ള സംവിധാനമുണ്ട്. കുഞ്ഞുനാളിൽ മുതൽ കണ്ണ് കാണാത്തവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മുടെ കാര്യത്തിൽ സ്വാർത്ഥരാവണം. പക്ഷേ ചില മനുഷ്യർ അപ്പോ വയനാട് ഇങ്ങനെ ഒരു വീട് കൊടുക്കുക. ഞങ്ങൾ കാസർഗോഡ് കൊടുത്തു, ഇടുക്കിയിൽ കൊടുത്തു, തൊടുപുഴ കൊടുത്തു, മലപ്പുറത്ത് കൊടുത്തു. ഇന്നലെ ആയിരുന്നു വയനാട്. അവിടെ ഒരു വീട്ടിൽ 2 കുട്ടികൾ. ഒരു കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മറ്റേ കുട്ടിക്ക് സെറിബ്രൽ പാൾസി ആൻഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. 2 കുട്ടികളാണ്. വീടില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. ഒരു ടാർപോളിൻ വെച്ച വീട്ടിലാണ് താമസിക്കുന്നത്. വീട് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ബിഷപ്പ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഇവിടെ ബെന്നി എന്ന് പറഞ്ഞിട്ടൊരാള്, സണ്ണി എന്ന് പറഞ്ഞിട്ടൊരാൾ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ സ്ഥലത്ത് വീട് വെച്ചു. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത് ഈ സണ്ണിക്ക് ആകെ 1/2 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ഈ സണ്ണിക്ക് 3 പെൺകുട്ടികൾ. അദ്ദേഹം ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടിൽ. എന്നിട്ടും അതിനകത്ത് നിന്ന് അദ്ദേഹം 5 സെന്റ് ഇവർക്ക് ദാനമായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, നല്ല മനുഷ്യരുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.